ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നാടുകാണിയും ദേവാലയഹട്ടി, ഹങ്കർ ഫോർട്ട് എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആ റീലുകളിലൊക്കെ നമ്മൾ കാണുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ പോയാൽ കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. നമ്മുടെ നാടുകാണി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ വരുന്ന ജെയിൻപൂൾ എക്കോ ടൂറിസത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജീപ്പ് റൈഡ്, സിപ്പ് ലൈൻ പോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും പോകുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്, അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്. ഈ ഒരു ഗേറ്റ് കടന്ന് ഏകദേശം ഒരു 400 മീറ്റർ നമുക്ക് പോകാനുണ്ട്. നമുക്കിനി ആദ്യം അങ്ങോട്ട് പോവാം. ഇങ്ങോട്ടുള്ള റോഡിന്റെ അവസ്ഥയൊക്കെ വളരെ ശോകമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. ഇവിടുന്ന് നേരെ പോയാലാണ് സ്റ്റേ എല്ലാം ഉള്ളത്. ഇത്രയും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. താല്പര്യമുള്ളവർക്കൊക്കെ ഒരു ദിവസം ഇവിടെ വന്ന് നോക്കാം. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരിക്കും. നമുക്ക് അതിന്റെ മുകളിൽ ഒന്ന് കയറി നോക്കി നോക്കാം. ഇതിന്റെ മുകളിൽ നല്ല സൂപ്പറാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ വരുമ്പോൾ ഒരു 8 മണിക്ക് മുമ്പെങ്കിലും ഇവിടെ എത്തണം. മാക്സിമം ഒരു 7 മണിക്ക് തന്നെ എത്താൻ നോക്കുക. നല്ല ക്ലൗഡ് കിട്ടും ഇവിടെ. സിപ്പ് ലൈൻ ആക്ടിവിറ്റീസ് എല്ലാം അവിടെയാണ് വരുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ജീപ്പാണ് വരുന്നത്. അതിലൂടെ ആയിരിക്കും നമ്മുടെ ജീപ്പ് സഫാരി എല്ലാം ഉണ്ടാവുക. 1-2 വാട്ടർഫാൾസും അവിടെ ഉണ്ടെന്നാണ് കേട്ടത്. ജീൻപോൾ വ്യൂ പോയിന്റ് ഏതായാലും നന്നായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ നാടുകാണി ടൗണിൽ വന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇവിടെ നിന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഹട്ടിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ദേവാല ഹട്ടി. ഈ ഒരു ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് റോഡുണ്ട്. ആ റോഡിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. റോഡിനൊന്നും കുഴപ്പമില്ലെങ്കിലും നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഫോഗ് വേണം. ഞങ്ങൾ ഏകദേശം ഒരു 9-10 മണിയാകുമ്പോൾ വന്നത്. ഒരു ഫോഗും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ടുള്ള ദേവാല ഹട്ടി. രാവിലെ ഒരു 9 മണിയാകുമ്പോഴുള്ള വ്യൂ ആണിത്. നല്ല ചൂടാണ്. പിന്നെ അങ്ങോട്ട് എൻട്രി ഇല്ല. ഇപ്പോൾ ഒരുപാട് പേര് വന്നുകൊണ്ട് അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് കടക്കരുത് എന്നുള്ള ബോർഡും ഉണ്ട് അവിടെ. അപ്പോൾ ഇനി ദേവാല ഹട്ടി പ്രതീക്ഷിച്ച് ആരും വരണമെന്നില്ല. അങ്ങോട്ടുള്ള എൻട്രി ഒന്നും ഇല്ല ഇപ്പോൾ. ഞങ്ങളേതായാലും കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ ഊട്ടിയിലേക്ക് വിട്ടു.
ഗുഡലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് ആദ്യം വരുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. കമ്പാരിറ്റീവ്ലി ഇവിടെ മറ്റ് അട്രാക്ഷൻസിനെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ് ഉണ്ടാവാറ്. ഒരാൾക്ക് 20 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത്. നമുക്ക് ഇറങ്ങിയിട്ട് ഒരു 300 മീറ്ററോളം നടക്കാനുണ്ട്. പക്ഷേ പോയി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് നേരം നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം അവിടെയുണ്ട്. അപ്പോൾ ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് നോക്കുക. നീഡിൽ റോക്കിൽ നിന്ന് പോകുന്ന പൈൻ ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് പോന്നു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി റൈഡിനൊക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു ഗ്ലെൻമോർഗൻ ലേക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ അങ്ങോട്ടുള്ള എൻട്രി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ ചെക്ക് പോസ്റ്റിൽ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പൈക്കര ഫോൾസും ഷൂട്ടിംഗ് പോയിൻറ്റും ഒക്കെയാണ് പിന്നെ ഉള്ളത്. നമ്മൾ അവിടെയൊന്നും കയറിയില്ല. ഇനി നമ്മൾ പോകുന്ന ഷൂട്ടിംഗ് പോയിന്റ് കഴിഞ്ഞ് ഉടനെ തന്നെ വരുന്ന നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ലോണം ഓടിക്കൊണ്ടിരിക്കുന്ന ഹങ്കർ ഫോർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഷൂട്ടിംഗ് പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു 100-200 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റൈറ്റ് സൈഡിലേക്കുള്ള റോഡ് കാണാം. ആ റോഡിലൂടെയാണ് കയറി പോകേണ്ടത്. ചെറിയ റോഡാണ്, പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇതിലൂടെ ഓടിച്ചു പോവാന്. അവിടെ കാണുന്നതാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഹങ്കർ ഫോർഡ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയിലേക്ക് എത്താം. ഊട്ടിയിലേക്ക് ഇതിലൂടെ ഒരു വഴിയുണ്ട്. അടുത്ത പ്രാവശ്യം ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 20 രൂപയായിരുന്നു ഇങ്ങോട്ട് വരാൻ ആദ്യത്തെ ചാർജ്. ഇപ്പം 100 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഇവിടേക്ക് ഒരാൾക്ക് എൻട്രി ചെയ്യാൻ. അവർ എൻട്രി ടിക്കറ്റ് അല്ല കേട്ടോ, ഫൈൻ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ടിക്കറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങോട്ട് കയറിയതിനുള്ള ഫൈനാണ് ഇപ്പോൾ തന്നെ തരുന്നത് കയറുന്നതിന് മുമ്പ്. ഇനി നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ. നമുക്കിവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തണലൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ കുറച്ച് വെയിലാണ്, പക്ഷേ വെയിലാണെങ്കിലും ചൂടൊന്നും അങ്ങനെ തോന്നിയില്ല. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കാണ് വന്നിട്ടുള്ളത്. ₹100 ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല വിഷ്വൽസൊക്കെ അടിപൊളിയാണ് ഇവിടുന്ന് ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് നോക്കാം. അല്ലെങ്കിൽ 100 കുറച്ച് കൂടുതൽ തന്നെയാണ്. പലരും 100 രൂപയാണെന്ന് ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ റോഡിൽ തന്നെ ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. ഇത് കാണാനുള്ള ഭംഗി പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഉള്ളൂ കേട്ടോ. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ല. ചുമരൊക്കെ ആകെ വൃത്തിയേടാക്കിയിട്ടുണ്ട്. എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും അവർ നിൽക്കുന്നില്ല. മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു റീച്ച് കിട്ടിയപ്പോൾ അത് മാക്സിമം മുതലാക്കാൻ നോക്കുന്നതാണ് തോന്നുന്നത്. ഇതൊരു ഹോം സ്റ്റേ ബംഗ്ലോ ഒക്കെ ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ഇവിടെ താമസിക്കാൻ കേട്ടോ. ഇനി നിങ്ങൾ വരുമ്പോഴേക്ക് 100 രൂപ 150 200 ഒക്കെ ആക്കാനും ചാൻസ് ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഒന്ന് വരാം കേട്ടോ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വിഷ്വൽസ് ഇവിടുന്ന് കിട്ടും. പിന്നെ ചൂടൊന്നും ഒരുപാട് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെയിലുണ്ട്, പക്ഷേ ചൂടൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നിന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് മഞ്ഞും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മഞ്ഞും വെയിലൊക്കെ അങ്ങോട്ടോട്ട് മാറി മാറി വന്നിരുന്നു. എന്നാലും ഞങ്ങളിവിടെ കുറച്ച് നേരം നല്ല ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വൈകുന്നേരം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്.